എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ റിച്ചാൻ്റെ കോള് വന്നു. പിന്നെ ആ കോള് കുറച്ചധികം നേരം ഇങ്ങനെ സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ വർക്കൊക്കെ ചെയ്യാനിരുന്നത്. ഇന്ന് വെള്ളിയാഴ്ചത്തെ ദിവസത്തെ കാര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളുടെ ചോപ്പറിന് നമ്മൾ ഒരു റെസ്റ്റും കൊടുക്കാതെ പണി എടുപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം അത് ഭയങ്കര ഇൻട്രസ്റ്റാണ് ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് കട്ടിംഗ് ബോർഡ് എടുക്കുന്നത്. കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യുന്നേ ഇല്ല, ഇതിൽ വെച്ച് ചോപ്പ് ചെയ്യേണ്ടാത്ത കാര്യത്തിനും ഞാൻ ചോപ്പ് ചെയ്യണം. പിന്നെ അത്യാവശ്യം നീളത്തിൽ അരിയണത് മാത്രമാണ് കൈ വെച്ചിട്ട് അരിയണത്, അല്ലാതെ ചോപ്പറിൻ്റെ തന്നെ ഇടും കേട്ടോ. അപ്പോൾ അത് ഇതിന് വേണ്ട പച്ചമുളകും സവാളയും മാത്രം കേട്ടോ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത് ഉപ്പുമാവിന്. ഇതിനകത്ത് ഇഞ്ചി ഇടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കമൻസിൽ ഇങ്ങനെ വരും ഇഞ്ചിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട്, ഇവിടെ അത്ര ഇഷ്ടമല്ല, എനിക്ക് ഒട്ടും ഇഷ്ടം. എനിക്ക് ഛർദ്ദിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് ഇഞ്ചിയും കൂടി ഇടുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചിയൊന്നും ഇടാത്തത്. നമുക്ക് ഓരോ ആളുകൾക്കും ഓരോരോ ടേസ്റ്റുകളെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഈ മന്തിയൊക്കെ അങ്ങനെ ചിലവർക്ക് അതിൻ്റെ ആ ഒരു സ്മോക്കി ഫ്ലേവർ വരുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ അതിഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഇഞ്ചിയൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആ ഒരു ടേസ്റ്റ് ഇതിന് കൂടി ഒരു മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യം കഴിഞ്ഞ് ഇത് എടുക്കണേണ് പപ്പക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പപ്പക്ക് തേങ്ങ ഇഷ്ടമാണല്ലോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ മീതയിൽ കുറച്ച് പച്ച തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. കാരണം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മൊത്തത്തിൽ തേങ്ങ ഇടുമ്പോൾ എനിക്ക് തേങ്ങ കഴിക്കണത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഒന്നിച്ച് ഇടാതിരുന്നത്. പപ്പക്കാണെങ്കിൽ പച്ച തേങ്ങ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് തേങ്ങ ഇടാതെ എപ്പം കഴിക്കാമല്ല. അപ്പോൾ അതേ റായൻ 2 ഫാൻ വെച്ച് തകർത്ത് കിടക്കണേണ് കേട്ടോ. ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ കിടന്ന് ഉറങ്ങേണ്ട യാതൊരു കാര്യമില്ല. 2 മുറിയിൽ ഏതെങ്കിലും മുറിയിൽ AC ഇട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. റിച്ചാർഡും ഇങ്ങനെ തന്നെ ആയിരുന്നു. അവന് മുകളിലേക്ക് പോകുകയും വേണ്ട, അവന് താഴെ തന്നെ കിടന്നാൽ മതി. എന്നിട്ട് 2 ഫാൻ വെച്ച് കിടക്കും. റായനും അത് തന്നെ. പപ്പ വിളിച്ച് തോറ്റ് മുകളിൽ വന്ന് കിടക്കും, മുകളിൽ വന്ന് കിടക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ റായൻ പറഞ്ഞത് എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് തണുപ്പ് വേണ്ട, എനിക്ക് ഇതുപോലെ കിടക്കണതാണ് ഇഷ്ടമെന്നും പറഞ്ഞിട്ട് ഇവിടെ തന്നെ 2 ഫാനും വെച്ച് കിടക്കണേ. രാത്രി മൊത്തത്തിൽ ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് എന്താണ് നേരെ വിളിക്കുമ്പോഴാണ് അവന് ഉറങ്ങണമെന്നാണ് അവൻ പറയണത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ വലിയ ചൂട് കാര്യങ്ങളൊന്നും തോന്നണില്ല. ഞാനും AC കിടക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് വലിയ ചൂട് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. റൂബിക്ക് ചൂട് ഇടയ്ക്കുണ്ട്, എങ്കിൽ തന്നെയും അവൾ താഴേക്ക് ഇറങ്ങി ആ ഒരു മാർബിളിൻ്റെ തണുപ്പിൽ കയറി രാത്രി കിടക്കും. അപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത്തവണ വലിയ കുഴപ്പം കൂടാതെ പോകുന്നുണ്ട്. ഇന്നിപ്പം ഞാൻ സാമ്പാറിൻ്റെ ആ പീസ് മേടിച്ച് വെച്ചതുകൊണ്ട് സാമ്പാർ അവിയൽ ഉണ്ടാക്കാൻ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണേ. നമ്മളുടെ റൂബി കുഞ്ഞിൻ്റെ ബിസ്ക്കറ്റ് കുറച്ച് ദിവസമായിട്ട് തീർന്നിരിക്കണമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ അവൾക്കൊരു ജെർക്കി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നൂഡിൽസ് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കപ്പലണ്ടിയും ഉണ്ടല്ലോ, റയൻ്റെ ഇപ്പോൾ ആകെ ഇഷ്ടപ്പെട്ട് കഴിക്കണ ഒരു സാധനം. ഇപ്പോൾ രാവിലെയൊക്കെ കപ്പലണ്ടി കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരു കപ്പലണ്ടിയും കൂടി മേടിച്ചാൽ ഒരു കുഞ്ഞ് പാക്കറ്റിന് 90 രൂപ ഏതാണ്ടാണ് കേട്ടോ വില, വളരെ കുറച്ചേ ഉള്ളത്. അപ്പോൾ അതങ്ങോട്ട് ഞാൻ കയ്യിലേക്ക് കൊടുത്താണ്. കഴിക്കാൻ പറഞ്ഞപ്പോൾ വലിയ ഇഷ്ടപ്പെട്ട് വേഗം കഴിക്കാൻ പോണേന് കേട്ടോ. അപ്പോൾ റയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആളാണല്ലോ. എത്ര പറഞ്ഞാലും റയൻ്റേതായ തീരുമാനങ്ങളുണ്ട്. ആര് പറഞ്ഞു കഴിഞ്ഞാലും റയൻ പറയും അതിൻ്റെ ദോഷഫലങ്ങളെല്ലാം നിങ്ങളെക്കാട്ടിയും നന്നായിട്ട് എനിക്കറിയാം, പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് പറയണത് എന്ന് അങ്ങനെ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പിന്നെ ഇത് ഉഴുന്ന് സാമ്പാറാണ് കേട്ടോ. അതാണ് ഉഴുന്നാണ് വെള്ളത്തിലിട്ടേച്ചത്. ഇന്ന് പരിപ്പില്ല. കഴിഞ്ഞ ദിവസം സാധനങ്ങൾ മേടിക്കാനായിട്ട് പപ്പനെ മട്ടാഞ്ചേരിയിൽ വിട്ടപ്പോൾ ഞാൻ മറന്നുപോയി അത് എഴുതാനായിട്ട്, പരിപ്പ് എഴുതാനായിട്ട്. ഒരു പരിപ്പ് പോലും ഇവിടെ ഇല്ല, മുഴുവൻ തീർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പപ്പ പറഞ്ഞ് പോയിട്ട് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഉഴുന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഉഴുന്നിൻ്റെ സാമ്പാറാണെന്ന് വെച്ചത് കേട്ടോ. ഉഴുന്ന് സാമ്പാർ വെക്കുമ്പോൾ വളരെ കുറച്ചിട്ടാൽ മതി ഉഴുന്ന്, പരിപ്പിൻ്റെ അത്ര ഇടണ്ട. കാരണം ഇതൊരു ഇങ്ങനെ ഒരു വഴുവഴുപ്പായിട്ട് കൂടുതലായിട്ട് വരും അല്ലെങ്കിൽ സാമ്പാറിൽ. പക്ഷേ ഹെൽത്തിന് നല്ലതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ പരിപ്പ് ഇങ്ങനെ ചൂടാണ് പരിപ്പ് ശരിക്കും. അത് ഈ പൈൽസുള്ള ആളുകൾക്കൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പൈൽസുള്ള ആളുകളൊക്കെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഉഴുന്ന് സാമ്പാർ തണുപ്പിക്കും ശരീരത്തിന്, അത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഞാനത് ചെയ്യുന്ന സമയത്ത് റയൻ്റെ അടുത്ത് ഞാൻ പറയാം തുണിയൊന്ന് വിരിച്ചേക്കുക. കാരണം നമ്മളെ ബെഡ്ഷീറ്റ് പുതപ്പുകളൊക്കെ കുറേ ഉണ്ട് മാറ്റി വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കണേണ്. അപ്പോൾ അധികം വിരിക്കാനില്ല, 2-3 ഉള്ളത് അങ്ങോട്ട് വിരിച്ചേക്ക്. അപ്പോൾ മറ്റേ തുണി അവിടെ കിടന്നേച്ചത് എടുത്ത് അവൻ ആദ്യം തന്നെ അകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും മടക്കിയാൽ മാത്രം മതി, കുഴപ്പമില്ല. അവനത് വിരിച്ച് തന്നിട്ടും പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അവിയലിനുള്ളതും കൂടി കട്ട് ചെയ്ത് അതിനകത്ത് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ്.
അപ്പോൾ സാമ്പാറിൻ്റെ അകത്ത് നിന്ന് ഞാൻ വളരെ കുറച്ച് ബീൻസേ ഉണ്ടാകുന്നുള്ളൂ, അത് കട്ട് ചെയ്ത് എടുത്ത് വെച്ചേക്കണത്. അടുത്ത ദിവസം എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നൂഡിൽസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ബീൻസ് ഇല്ല. അപ്പോൾ ഈ സാമ്പാറിൻ്റെ അകത്തുള്ള സാമ്പാർ പീസിൻ്റെ അകത്തുള്ള ബീൻസ് ഞാൻ കട്ട് ചെയ്ത്, പിന്നെ ക്യാരറ്റ് ഞാൻ വേറെ മേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നൊരു ചെറിയ പീസ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി കയ്യോടെ ചോപ്പ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി. പിറ്റേ ദിവസത്തേക്കാണ്, എങ്കിലും ഇന്നിപ്പോൾ ചോപ്പർ എടുത്തതല്ലേ, അപ്പോൾ ആ കൂട്ടത്തിൽ അതും കൂടി ചോപ്പ് ചെയ്തുകൊണ്ട് മാറ്റി കേട്ടോ. പിന്നെ ഇനി അവിയലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം. പച്ചമുളക്, വേപ്പില, ചെറിയ ഉള്ളി, ഇതിൽ ചെറിയ ജീരകം ഇടണമായിരുന്നു, പക്ഷെ മറന്നുപോയി. എന്നിട്ട് ഞാൻ നേരെ സാമ്പാർ പൊടി അവിയലിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ, ചെറിയ ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ തേങ്ങയെല്ലാം കൂടി ചതച്ച് അത് വേകുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇട്ടിട്ട് വേവിക്കണേണ്ട. അതാണ് കൂടുതൽ നന്നായിട്ട് എനിക്ക് തോന്നിയത്. നേരത്തെയൊക്കെ ഞാനൊരുവിധം വെന്ത് കഴിഞ്ഞിട്ടാണ് ഇതിടുന്നത്, എന്നിട്ടൊരു 5 മിനിറ്റ് പോലും വെക്കൂല, പെട്ടെന്ന് തന്നെയൊക്കെ ഓഫ് ചെയ്യും. ഇതിപ്പോൾ അങ്ങനെ കുറേ വേവ് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വെള്ളം കൂടി തളിച്ചിട്ട് അതും കൂടി വേവിക്കാനായിട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് സാമ്പാറൊന്ന് ഈ പാത്രത്തിനകത്ത് താളിച്ചെടുക്കുക, ഇതിനകത്തേക്ക് അങ്ങോട്ട് കൊട്ടിയിടുക. സാധാരണ കുക്കറിലേക്ക് താളിച്ച് അങ്ങോട്ട് ഒഴിക്കുകയും ചെയ്യണത്, കുക്കറിൽ തന്നെ വേവിച്ചതിന് ശേഷം താളിക്കാനുള്ള ആ പാത്രം മാത്രം എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഏതായാലും ഇതിനകത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇന്നിപ്പോൾ ഞാനൊരു ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ കൂടുതൽ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പാത്രം എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ സാമ്പാർ പൊടി ആദ്യം ഇട്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട്, മുളക് പൊടി, പിന്നെ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഇത്തിരി കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട്, ഇത്തിരി കുരുമുളകിൻ്റെ പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഇന്നത്തെ സാമ്പാർ വെക്കണം കേട്ടോ. സാധാരണ ഞാനങ്ങനെ ഇടാറില്ല, സാമ്പാർ പൊടി മാത്രമേ ഇടുള്ളൂ. ഇന്ന് എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി. ഏതായാലും ഇത് വിശാലമായി നമുക്കൊന്ന് ഇളക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഉഴുന്ന് കുറച്ചുകൂടി വേകാനുള്ള പോലെ കിടപ്പുണ്ട്, പക്ഷെ അത് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടി കിടന്നത് വെന്തലിഞ്ഞോളൂ. പരിപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വേവിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പരിപ്പ് വേകില്ല. ഇത് ഉഴുന്ന് അങ്ങനെ ആയിക്കോളുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് വെണ്ടക്കയും കട്ട് ചെയ്തിട്ട് പുളിയൊക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച്, പിന്നെ ഇത്തിരി പഞ്ചസാര, ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഏറ്റവും അവസരം ഇട്ട് കൊടുക്കണം നല്ലത്. ഇപ്പം ഞാനങ്ങനെ ഇട്ടതിൻ്റെ പണി തീർത്താണ്, പിന്നെ ഇനി അത് മറന്നുകൂടല്ല എന്ന് വെച്ച് അങ്ങനെ അതെല്ലാം പാകമായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഒരു ഇത്തിരി പപ്പടവും കൂടി വറുത്ത് കഴിഞ്ഞാൽ പപ്പക്ക് ചോറും കൊടുത്ത് പപ്പക്ക് വേഗം കുരിയച്ചൻ്റെ നടുവിലോട്ട് പോകണം. അപ്പോൾ ഞാൻ പപ്പടവും പുറകെ തന്നെ വറുത്തട്ടാ. പിന്നെ ഇതിനകത്തേക്ക് തൈരും ഒക്കെ ഇട്ട് അതും കഴിഞ്ഞ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇറക്കിയിട്ടാണ്. കൂടുതൽ വേപ്പില ഞാൻ ഇട്ടില്ല, എനിക്ക് അതിന് വേണ്ടി വേപ്പിലാണ് ഇഷ്ടമല്ല. പപ്പയുടെ അടുത്ത് ഞാൻ പറഞ്ഞേ കുരിയച്ചൻ്റെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇത്തിരി പഴംപൊരി മേടിച്ചുകൊണ്ട് വരുമോ, അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ പപ്പ പറഞ്ഞ് പഴംപൊരി എന്നല്ല, ഒരു പലഹാരങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി കാണുന്നില്ല, ഗ്യാസ് ഒരു സ്ഥലത്തും തന്നെ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞ് പപ്പ കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ച് പിടിച്ച് പഴംപൊരി കൊണ്ട് വന്നു. നല്ല കിടിലം പഴംപൊരിയാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഈ പഴംപൊരി കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഈ പഴംപൊരിക്ക് ഒരു 15 രൂപ ഏറ്റവും കുറഞ്ഞത് കൊടുക്കണമല്ലോ, അത്രയും വലിയ പഴംപൊരി. അപ്പോൾ പറഞ്ഞില്ല 10 രൂപയുള്ളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര നഷ്ടമാണല്ലോ അവർക്ക് എന്ന് പറഞ്ഞിട്ട് പഴംപൊരി എടുത്ത് കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് അതിൻ്റെ അകത്ത് ഏതാണ്ട് ഈ പഴത്തിൻ്റെ ചിപ്സ് ഉണ്ടാക്കുന്ന പോലെ അത്രയും നൈസായിട്ട് കട്ട് ചെയ്തിട്ടൊരു പീസാണ് അവർ വെച്ചേക്കണത്. എന്നിട്ടൊരു ഷേപ്പ് ആക്കി എടുത്തേക്കണമെന്ന്, പഴംപൊരിയുടെ ഒരു ഷേപ്പ് ആക്കി എടുത്തേക്കണമെന്ന് മാത്രം. അപ്പോൾ ഇത് റയനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ റയൻ പറഞ്ഞ്, മമ്മി ഇതിനെ പഴംപൊരി എന്ന് പറയാൻ പറ്റില്ല, വെറും പൊരി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് പഴത്തിൻ്റെ ഒരു തിൻ സ്ലൈസ് പഴം ഉണ്ടെന്ന് നമ്മൾ ശരിക്കും നോക്കിയാലേ കാണുള്ളൂ. അപ്പം ഞാൻ പറയാം, ചിലപ്പോൾ വേറൊരു പരിപാടി ഇവർ ചെയ്തിട്ടുണ്ടാവും. ഒരു പഴത്തിൻ്റെ സ്ലൈസ് ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഈ അച്ചപ്പത്തിൻ്റെ അച്ച് കുടഞ്ഞെടുക്കണ പോലെ ആ പഴം ഇങ്ങോട്ട് കുടഞ്ഞെടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഷേപ്പായാലും പഴംപൊരിയുടെ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഇവരുണ്ടാക്കിയേക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കി ആ പഴംപൊരീന. ഏതായാലും കാണാൻ നല്ല അടിപൊളിയായിരുന്നു സംഗതി, മാവ് മാത്രമേ അതിനകത്ത് ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് 2 പാക്കറ്റ് പാല് മേടിച്ചുകൊണ്ട് ഞാൻ അന്ന് പാൽച്ചായൊക്കെ ഇട്ട്, പാൽച്ചായ ഇടലൊക്കെ റയറാണ്, നമ്മൾ അങ്ങനെ മേടിക്കണില്ലല്ലോ. അപ്പോൾ അങ്ങനെ റൂബിയുടെ ബിസ്ക്കറ്റൊക്കെ മേടിച്ച കൂട്ടത്തിൽ 2 പാക്കറ്റ് പാൽ, അപ്പോൾ 2 ദിവസത്തേക്ക് ചായക്ക് ഇടലാന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ. ഇനിയിപ്പോൾ ശനിയാഴ്ചത്തെ ദിവസം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഭയങ്കരമായിട്ട് തന്നെ ഇന്ന് വീഡിയോ വർക്കില്ല എങ്കിൽ തന്നെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ 5 മണിക്ക് എഴുന്നിട്ട് പണി തുടങ്ങിയേക്കണേണ്. കാപ്പിയൊക്കെ ഇട്ട് വെച്ച് എന്നിട്ട് പപ്പയുടെ അടുത്ത് പറഞ്ഞ് പോയിട്ട് ഇത്തിരി ബീഫ് മേടിച്ചുകൊണ്ട് പോവാം. കാരണം അയാളുടെ അടുത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അയാളൊരു 10, 10:30, 11 മണിയായാലും കൊണ്ടുവന്ന് തരൂല, ചിലപ്പോൾ ഉച്ചയാകും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നേരത്തെ ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്ന് തന്നേക്ക്. കാരണം എനിക്ക് കറികളെല്ലാം സെറ്റാക്കിയതിന് ശേഷം എനിക്ക് റയനും കൂടി വിശാലിൽ പോകണം. അപ്പം നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു.
അങ്ങനെ പപ്പ ഏതായാലും 7 മണിക്ക് തന്നെ ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വെച്ചേട്ടാ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു വിശാലിൽ, പക്ഷെ പോകാൻ സാധിച്ചില്ല. അപ്പോൾ റയൻ പറഞ്ഞു, റയന് നിർബന്ധമാണ് കേട്ടോ, പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ റയൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, മമ്മിയല്ലേ പറഞ്ഞത് പോകണമെന്ന്, എന്നിട്ട് എന്താണ് മമ്മി പോകാത്തത് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ഇന്ന് എന്ത് തന്നെ ആയാലും പോകണം എന്ന് വിചാരിച്ച് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ വാഷിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ണ പുതപ്പൊക്കെ ഒരെണ്ണം ഇടാൻ പറ്റുള്ളൂ കേട്ടോ, മെഷീനിൽ ഭയങ്കര കട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പുതപ്പൊക്കെ ഒന്നും, പിന്നെ ഇത്തിരി കൂടി ചെറുതാണെങ്കിൽ 2 അതിൻ്റെ അപ്പുറത്ത് ഇടാൻ പറ്റില്ല. പിന്നെ അതിനിടക്ക് നമുക്ക് ഒരുപാട് തുണികൾ, ഉടുക്കുന്ന തുണികളുടെ വാഷിങ് വരും. അങ്ങനെ വാഷിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പണികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് പപ്പ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇന്ന് ആണ്ടുണ്ടല്ല, എനിക്ക് പോകണം, പക്ഷേ നിങ്ങൾക്ക് വിശാലിൽ പോകണമല്ല, അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ആണ്ടിന് പോകും. ഞാൻ പറഞ്ഞു, അയ്യോ അത് ഞാൻ മറന്നുപോയി, തീർച്ചയായിട്ടും ആണ്ടിന് പോകണം, ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ ഫസ്റ്റ് ആണ്ടാണ്, അപ്പോൾ അതിന് എന്തായാലും പോകണം, അത് മുടക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ വിശാലിൽ പോക്ക് ഞാൻ മാറ്റി വെച്ച്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വിശാലിൽ പോകുന്നത് അത്യാവശ്യമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റയനും ഒരു പരിപാടിയുണ്ട്, അതും റയൻ്റെ കൂട്ടുകാരിയുടെ അമ്മയുടെ 30ആണ്. കൂട്ടുകാരിയുടെ അമ്മയും ഞാനൊക്കെ ഒരു പ്രായക്കാരാണ് കേട്ടോ, 72 ജനിച്ചേക്കുന്നതാണ്. എന്നെക്കാളും മാസങ്ങൾക്കാണ് അവർ മൂത്തത് കേട്ടോ. അപ്പോൾ റയൻ്റെ കൂടെ പഠിച്ച കുട്ടി, പിന്നെ അതിൻ്റെ മൂത്തൊരു കുട്ടിയും കൂടിയുണ്ട്, പിന്നെ അതിൻ്റെ ഇളയൊരു 3 പെൺകുട്ടികളാണ്. അപ്പോൾ അവർ കുറച്ചധികം നാളായിട്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇപ്പം മരിച്ചിട്ട് 30 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കാണാനൊക്കെ പോയി. ഭയങ്കര ഒരു വിഷമമായ ഒരു മരണമായിരുന്നു. അപ്പോൾ അതിൻ്റെ 30ആയിരുന്നു. അപ്പോൾ അതിന് റയൻ മാത്രമാണ് പോണത്. അപ്പോൾ റയൻ പറഞ്ഞ്, മമ്മി അതെനിക്ക് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞില്ല, ഏതായാലും വന്ന് വിളിച്ചേക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പോകാതെ പറ്റില്ല, വിശാലി പോക്ക് അത്ര വലിയ കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ വിശാലി പോക്ക് മുടങ്ങി. റയനും പപ്പയൊക്കെ ലൈറ്റ് മാസിന് പോകാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് നേരത്തെ വെച്ചിട്ടൊന്നും കാര്യമില്ല, കാരണം അവർ രണ്ടുപേരും അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടേ വരുള്ളൂ. എങ്കിലും നമ്മളിത് തുടങ്ങിപ്പോയല്ലോ, അപ്പോൾ ഏതായാലും ചെയ്തങ്ങോട്ട് തീർത്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ എല്ലാ സാധനങ്ങളും ആദ്യം കട്ട് ചെയ്ത് വെക്കണേന് കേട്ടോ. വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത്, അപ്പോൾ പിന്നെ ചോപ്പറിന്മേലാണ് അടുത്ത പരിപാടി തുടങ്ങണത്. അപ്പോൾ ചോപ്പറിലേക്ക് ആദ്യം ഇന്ന് ചോപ്പറിൻ്റെ പരിപ്പ് ഞാൻ എടുത്തെന്ന് പറയാം, അത്രയും പണി അതിനെ കൊണ്ട് ചെയ്യിച്ചേട്ടാ. ആദ്യം ഇഞ്ചി നല്ല രീതിയിൽ പൊടിയായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ആദ്യം മാറ്റി, കാരണം ഇഞ്ചി ഇത്തിരി കൂടുതലുണ്ട്. അപ്പോൾ എല്ലാ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുതലായി പോകും. അതുകൊണ്ട് സെപ്പറേറ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആദ്യം ചോപ്പ് ചെയ്ത്, പിന്നെ അത് സവാളയെല്ലാം പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതെല്ലാം ചോപ്പ് ചെയ്യണം. പിന്നെ ഇന്ന് ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ക്യാബേജും കൂടിയിട്ട് ഒന്ന് കഴുകിയെടുത്ത് ഞാനവിടെ വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിനകത്തിട്ട് ചോപ്പ് ചെയ്ത് മാറ്റണം. അങ്ങനെ ഇന്ന് ചോപ്പറിന് ഞാൻ 32ൻ്റെ പണി കൊടുത്തെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചോപ്പർ നല്ല രീതിയിലെല്ലാം ചെയ്തു തന്നു. ഇതുവരെ ചാർജും നമ്മൾ ചെയ്തിട്ടില്ല, നല്ല രീതിക്ക് തന്നെ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു 6:30 മണിക്ക് തന്നെ കട്ടിങ്ങും എല്ലാം ഇത് ചോപ്പ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടാ. പിന്നെ കട്ട് ചെയ്ത് അതൊക്കെ വേവിക്കാനൊക്കെ വെച്ച് തുടങ്ങിക്കഴിഞ്ഞ്. അപ്പോൾ പപ്പ ബീഫായിട്ട് വന്ന സമയത്ത് ഞാനിതൊക്കെ ചോപ്പ് ചെയ്തുകൊണ്ട് നിൽക്കണേണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ചോപ്പിങ് കഴിഞ്ഞതിന് ശേഷം ബീഫ് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് നേരമൊന്നും ആയിട്ടില്ല, ഇപ്പോൾ ഒരു 7:30 മണി പോലും ആയിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണമെന്ന് ഒരു 8 മണിക്കൊക്കെ ആക്കിയാൽ മതി. അപ്പോൾ ആ നേരം കൊണ്ട് ഇതെല്ലാം കഴിയും കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്യാരറ്റും ക്യാബേജും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്തെടുത്ത്, പിന്നെ ഇത്രയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചോപ്പ് ചെയ്തെടുത്ത്, എന്നിട്ട് പിന്നെ നമ്മളുടെ കൈ പിടിച്ചിട്ട് ഇതിൻ്റെ മീതയിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ട്. അപ്പോൾ അതെല്ലാം വേസ്റ്റ് എന്ന് പറയാം, അഴുക്കല്ല, അതെല്ലാം ഒന്ന് തുടച്ച് കളയണം. അല്ലാതെ ഇതൊരിക്കലും വെള്ളത്തിൽ കഴുകരുത്, വെള്ളത്തിൽ കഴുകിയാൽ ഇത് കേടായി. അപ്പോൾ ഇത് മാത്രം, ഈ ഒരു ഭാഗം നമ്മൾ എന്തായാലും വെള്ളത്തിൽ മുക്കരുത്. മറ്റുള്ള ബ്ലേഡും കപ്പും എല്ലാം നമുക്ക് കഴുകി നല്ല നീറ്റായിട്ട് മാറ്റി ഉണക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് തുടച്ചൊക്കെ വെച്ച്, അല്ലെങ്കിൽ എനിക്ക് അതിലൊക്കെ നിറയെ കൈ പിടിച്ച പാടും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ അഗാറോൻ്റെ മൾട്ടി കെറ്റിൽ തന്നെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ ശരിക്കും. കാരണം നമ്മളെപ്പോഴും പാചകം ചെയ്യുന്നതിലും വ്യത്യസ്തമായിട്ടും വളരെ എളുപ്പത്തിൽ ഇതിനകത്ത് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു മാക്സിമം ലെവലിൽ വരെ ഇന്ന് ഞാൻ ഇത് നൂഡിൽസ് ഇട്ടിട്ടുണ്ട്. കാരണം 3 പാക്കറ്റ് നൂഡിൽസാണ് ഇടുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ മാക്സിമം ലെവൽ എത്തും അതിൻ്റെ വെള്ളവും കൂടി ആകുമ്പോൾ. അപ്പോൾ വെള്ളം അളന്നെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, വെള്ളം വറ്റിയെന്ന് വിചാരിച്ചിട്ട് ഇത് കത്തിപ്പടരെ പുകയെ ഒന്നും ചെയ്യില്ല, അത് ഓട്ടോ കട്ട് ഓഫാണ്. അതുകൊണ്ട് പേടിക്കാനേ ഇല്ല, വെച്ചിട്ട് പോകാം നമുക്ക്. കറക്റ്റ് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെന്തിരിക്കുകയും ചെയ്യും.
ഒന്നും പേടിക്കണ്ട. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് എന്തായാലും കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ഈ നൂഡിൽസിൻ്റെ പാക്കറ്റിലൊക്കെ, അത് നോക്കിയിട്ട് ആ ഒരു വെള്ളം അളന്ന് എടുത്തിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഇതിൻ്റെ ടേസ്റ്റ് മേക്കറും എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഓൺ ചെയ്ത് സെക്കൻഡിൽ ആദ്യം ഇട്ട് പിന്നെ അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റിലേക്ക് ഞാൻ ഇടും. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ഫസ്റ്റിലേക്ക് ഞാൻ ഇടും. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ വേറെയുള്ള പണികളൊക്കെ ചെയ്യാം. ഇതവിടെ ഇരുന്നിട്ട് ആയിക്കോളും. അപ്പോൾ അത് പത്തി ഇളക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്നും കൂടി ഇളക്കുമ്പോൾ നൂഡിൽസ് എല്ലാം ഇങ്ങനെ വിട്ട് ഇങ്ങനെ വന്ന് ഇനി അത് ആ വെള്ളത്തിൽ എങ്ങനെ കിടന്ന് വെന്തോളും, ഓട്ടോ കട്ട് ഓഫ് ആകുകയും ചെയ്തോളും. ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനതങ്ങോട്ട് നീക്കി വെച്ചിട്ട് പിന്നെ ബീഫ് കട്ട് ചെയ്യാൻ, ഇന്നത്തെ ബീഫ് നല്ല സൂപ്പർ ബീഫാണ് കിട്ടിയേക്കുന്നത്. നെക്ക് പീസാണ് കിട്ടിയേക്കുന്നത്. നെക്ക് പീസിൻ്റെ ഒരു പ്രത്യേകത അടി കൊള്ളാത്തൊരു ഭാഗമാണ്. മറ്റുള്ള ശരീരഭാഗങ്ങളെല്ലാം അടി കൊണ്ട പാടുകളും ആ ബീഫ് ആ മാംസം ഒരു വല്ലാത്തതായിരിക്കും, മുറുകിപ്പോകും. പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ബീഫും ഇത് മാംസവും ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു നെക്ക് പീസാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തൊക്കെ എടുത്ത് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 കിലോ മേടിച്ചതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇന്ന് തന്നെ പാകം ചെയ്യണേണ്. ഒന്നും ഞാൻ പച്ചക്ക് ഫ്രീസറിലോട്ട് മാറ്റണില്ല. അപ്പോൾ നമ്മുടെ നൂഡിൽസും റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പപ്പക്ക് കൊടുക്കാനുള്ളത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പപ്പയുടെ മാസ് 11 മണിക്കാണ്. 11 മണിക്ക് പോയാൽ മതി. റയന് 10 മണിക്കാണ് കുർബാന ഉള്ളത്. അപ്പോൾ അങ്ങനെ 2 പേരും ഇപ്പോൾ പോകും. അപ്പോൾ നൂഡിൽസ് കൊടുത്ത് റയൻ പിന്നെ കഴിക്കില്ല. റയന് അവിടെ ചെന്നിട്ട് പോലും ഫുഡ് കഴിക്കാൻ പറ്റിയിരുന്ന റയൻ പറഞ്ഞത്. കാരണം അവൻ കഴിക്കണ ഒരു 2 മണിപ്പാകമല്ലല്ല, ഒരു 10 മണിക്ക് കുർബാന എന്ന് പറയുമ്പോഴത്തേ ഏകദേശം ഒരു 11-11:30 ഫുഡ് കൊടുക്കാൻ തുടങ്ങും. ആ സമയത്തൊന്നും അവന് കഴിക്കാൻ പറ്റണില്ല എന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ. ഏതായാലും റയൻ പോകാൻ ഇവിടെ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പപ്പക്ക് പോകാനുള്ളത്. അപ്പം ഞാൻ വേഗം തന്നെ ഇല്ലേ, ഏതായാലും നമ്മൾ കാലത്ത് തന്നെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് ശരിയാക്കിയതല്ലേ. അപ്പോൾ ചൂട് കൂടുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം ചെയ്ത് കിച്ചണിൽ നിന്ന് ചാടാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം വിന്താൽ ഇറച്ചിയാണ് ഉണ്ടാക്കാനായിട്ട് കുക്കർ എടുത്ത് അതിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടി എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചേക്കൊണ്ട് വേഗം ആയി കിട്ടും കേട്ടോ. എന്നിട്ട് അത് വഴറ്റി മുളക് പൊടിയും ഒരിത്തിരി പേരിന് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും മാത്രം ഇട്ടിട്ട് അത് നന്നായിട്ട് വഴറ്റി ബീഫ് എടുത്ത് ഇട്ട് വിനാഗിരി ഉപ്പൊക്കെ ചേർത്തിട്ട് അത് വേവിച്ച് അത് മൂടി കുക്കർ അടച്ച് പിന്നെ ഇനി അടുത്തത് നമുക്ക് കുമ്പളങ്ങ ചാറിലേക്ക്, അപ്പോൾ കുമ്പളങ്ങയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് അതും വേവിച്ചടം വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ അതിനകത്തേക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കണം. പിന്നെ ഒരു ക്യാബേജ് തോരന് വേണ്ടിയിട്ടുള്ള ആ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. അത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണത് എനിക്ക് സമയമുണ്ടെങ്കിൽ ചെയ്യും, ഞാൻ ഇഷ്ടമാണ്. അല്ലെന്നുണ്ടെങ്കിൽ നേരെ തേങ്ങ അങ്ങോട്ട് ഇടും, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആദ്യം തേങ്ങ നമ്മുടെ ക്യാബേജ് തോരന് വേണ്ടിയിട്ട് ഒന്ന് കറക്കിയെടുത്തേക്കാമെന്ന് വിചാരിച്ച്, ഒന്ന് ഒതുക്കിയെടുത്തേക്കാമെന്ന് വിചാരിച്ച് ആദ്യം അത് ചെയ്തു. അപ്പോൾ ക്യാബേജ് തോരൻ്റെ ഇതെല്ലാം കട്ട് ചെയ്ത് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് ഞാൻ, കാരണം ഇത്രയും പൊടിയായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിലിട്ട് കഴുകിയാൽ ശരിയാവില്ല. അപ്പോൾ അതിന് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് അതിനകത്തേക്ക് ഇത്തിരി കടുകൊക്കെ പൊട്ടിച്ച് സവാളയും കുറച്ച് വേപ്പിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വഴറ്റി അതിനകത്തേക്ക് ഈ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്ത തേങ്ങാക്കൂട്ടും കൂടി ഇട്ട് ഇതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തീർന്ന് അതവിടെ ഇരുന്നിട്ട് ആയിക്കോളും. പിന്നെ ഒരു താളിച്ചിടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ വിശാലിൽ പോകണമെന്ന് വിചാരിച്ചത് അത്യാവശ്യം എനിക്ക് കുറച്ച് ട്രാക്ക് സ്യൂട്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന അത് 2 മാറി ഇങ്ങനെ ഡെയിലി ഇടുമ്പോഴത്തേക്കും ഞാനത് സത്യത്തിൽ മടുത്ത്. ഇട്ട് നടക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണത്. അത് നമ്മൾ എത്ര നടന്നു കഴിഞ്ഞാലും പാൻറ്റ് ഇങ്ങനെ തുടഭാഗം ഒരഞ്ഞ് അത് നൂല് ചാടി അത് പൊട്ടിയൊക്കെ പോകില്ല, അങ്ങനെയൊന്നുമില്ല. തേഞ്ഞിങ്ങനെ ഒരഞ്ഞ് തീർന്നു പോകില്ല, വേഗം കീറിയൊക്കെ പോകില്ല. അങ്ങനത്തെ ഒരു സംഭവമില്ലാത്ത പാൻറ്റാണത്. അതുകൊണ്ട് എനിക്കത് ഇട്ട് നടക്കാനായിട്ട് വളരെ കംഫർട്ടബിളാണ്. പക്ഷെ കാണുന്നവർക്ക് എന്നെ കാണുമ്പോൾ ശ്വാസം മുട്ടും, അതെനിക്കറിയാം. കാരണം അത്രയും ടൈറ്റാണ്. പിന്നെ നമ്മളുടെ അവിടെ എന്നെ കാണാൻ വേണ്ടിയിട്ടൊന്നും ആരും ഇല്ല. ഒരു ധൈര്യത്തിന് ഞാനത് ഇട്ടിട്ട് നടക്കണത്. ഒന്നാമത് ആ ഗ്രൗണ്ടിൽ അങ്ങനെ ആരും വന്നിട്ട് നടക്കാനൊന്നും അങ്ങനെ വരില്ല. ഒരുപാട് ചവറ് കൂടി കിടക്കുന്ന ഗ്രൗണ്ടാണ്. അപ്പുറത്തെ ഗ്രൗണ്ടിലാണ് എല്ലാവരും നടക്കാൻ പോവുക. കാരണം അവിടെ നല്ല നീറ്റായിട്ട് എല്ലാ ദിവസവും അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഗ്രൗണ്ട് ആരും അടിക്കുന്നില്ല, എത്ര കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ആരും അടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് നടക്കാൻ, അതുകൊണ്ട് ആരും തന്നെ നടക്കാറില്ല. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് റയനാണ് മെയിനായിട്ട് മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടിക്കാത്തലോളിൽ പോയപ്പോഴത്തേക്കും റോജറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മേടിക്കും മമ്മീന്ന്. അന്ന് ഞാൻ അത്രയും രൂപ അവിടെ മുടക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അതിന് വേണ്ടിയിട്ടാണ് റയൻ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നും പോക്ക് നടന്നിട്ടില്ല. അപ്പം ഞാൻ ഏതായാലും തേങ്ങാക്കൂട്ട് ഈ
കുമ്പളങ്ങ ചാറിനുള്ളത് കൂടി നന്നായിട്ട് അരച്ചെടുത്ത് അതോടുകൂടി മിക്സിയുടെ ഏർപ്പാട് കഴിഞ്ഞ്. ഇനിയിപ്പോൾ കറണ്ട് പോയാലും പ്രശ്നമില്ല. ഇപ്പോഴായിട്ട് ഇവിടെ കറണ്ട് പോകുന്നുണ്ട് ഇടക്ക്. അപ്പോൾ നമ്മൾക്ക് ഇൻവെർട്ടർ ഉണ്ടെന്നുണ്ടെങ്കിലും മിക്സി ഒന്നും വർക്ക് ചെയ്യില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായി. ഇനി കറണ്ട് പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മൾ ക്യാബേജ് തോരനൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു തരി പോലും അടിയിൽ പിടിക്കാതെ ആ ഇരുമ്പിൻ്റെ ചട്ടിയിലിരുന്നിട്ട് അത് വേഗം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചാറിൻ്റെ അകത്തേക്ക് ഒന്ന് താളിച്ചിടണം. പിന്നെ അതിനകത്തേക്ക് തൈരും ഒന്ന് കട്ട മാറ്റിയിട്ട് അതും കൂടി ഇടണം. അപ്പം നല്ല തൈരായിരുന്നു. തൈരിന്ന് പുളിച്ച തൈരായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള മോരുചാറുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കട്ട ഒന്ന് മാറ്റിയിട്ട് മിക്സിയിൽ കടിച്ച് ചേരണമെങ്കിൽ വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചാണെന്നുണ്ടെങ്കിൽ ആ കട്ട ഒന്ന് ഉടയുകയും ചെയ്യും. അന്ന് നല്ല കട്ട തിക്കായിട്ടുള്ള ആ ഒരു തൈര് അതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ ചാറിന് നല്ലൊരു തിക്നെസ്സും ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി അരിപ്പൊടി ആ പച്ചരിയ ചേർത്തിട്ട് തേങ്ങയിൽ അരച്ച് കഴിഞ്ഞാലും നല്ല തിക്നെസ്സും നല്ല ടേസ്റ്റായിട്ടുള്ള ചാറ് കിട്ടും. അപ്പോൾ ഇനി അതിനകത്തേക്ക് ഇത്തിരി കടുകും ഉലുവയും പൊട്ടിച്ച് ഇത്തിരി സവാള അരിഞ്ഞതും ചോപ്പ് ചെയ്ത് വെച്ചതുകൊണ്ടേ അത് തന്നെ ഇട്ട് ഒരു ഇത്തിരി വേപ്പിലേക്ക് ഇട്ട് ഇനി അതിനകത്തേക്ക് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ചാറിനകത്തേക്ക് ഇട്ടാൽ ആ പടിയും കഴിഞ്ഞ്. ഇനി അടുത്തത് ബീഫ് കട്ട് ചെയ്യാൻ കിടക്കുന്നു. ഇപ്പോൾ നമ്മൾ വിന്താലൂക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അടുത്ത ബീഫ് കട്ട് ചെയ്യാൻ കിടക്കുന്നത് റൂബിക്ക് കൊടുക്കാനുള്ളതും പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിട്ട് വെക്കണം. അങ്ങനെ ഇന്ന് തന്നെ എല്ലാ ബീഫും വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വിന്താലു വേണം ഉരുളക്കിഴങ്ങിട്ട ബീഫ് കറി വേണം. അപ്പോൾ അവൻ പറഞ്ഞത് രണ്ടും വേണമെന്നാണ്. അവൻ അത്ര ഇഷ്ടമാണ് കഴിക്കണത്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ നാട്ടിലുള്ള സമയത്തിലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രണ്ടും ഒന്നിച്ച് തന്നെ ഇന്ന് ഞാൻ വെക്കണേണ്. 2-3 ദിവസത്തേക്കുള്ള കറിയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഞാൻ കറിയേ വെക്കണ്ട. സാമ്പാറോ വീലൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. അതുണ്ട്, അത് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് കറിയുണ്ട്. അപ്പോൾ റയൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അരിശം കയറിയ മുഖമാണ് കണ്ടത്. എല്ലാ സ്ഥലത്തും ഇതും കൊണ്ട് വരുവാന്ന് ചോദിച്ചിട്ടുള്ള മുഖഭാവമാണ് കണ്ടത്. അപ്പോൾ ഈ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു തെളിവ് വേണമല്ല, അതിന് കാണിക്കണതാണ് ഞാൻ. പോയിന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പോണത് കണ്ടില്ലല്ല. അപ്പോൾ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിക്കും. കാരണം എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി കാണിക്കുന്നതാണ്, അല്ലാതെ ഒന്നുമല്ല. അത് അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ റയൻ പോയേട്ടാ. റയൻ അത്ര നേരം കിടന്ന് എഴുന്നേറ്റതാണ്. അപ്പോൾ ആ ഒരു ക്ഷീണത്തോടുകൂടിയാണ് പോണത്. പോകാൻ വലിയ താല്പര്യമില്ല. പക്ഷേ കൂട്ടുകാരൊക്കെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് പപ്പക്കും മടിയാണ് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകാൻ. പപ്പക്ക് അവിടെ ഭക്ഷണം കഴിക്കുക ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല, അതുകൊണ്ട് പോയേ മതിയാകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പപ്പയും പോകാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ബീഫ് കട്ട് ചെയ്തെടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിട്ട് വെക്കാനുള്ള കറിയുടെ ആ ഒരു ബീഫ് ആദ്യം ഒന്ന് മസാലയ്ക്ക് ഇട്ടിട്ട് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ഉരുളക്കിഴങ്ങിട്ട് ഒന്ന് വിസിലടിപ്പിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അലക്സ ഓൺ ചെയ്തിട്ടിട്ട് പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കണേണ്. നല്ല നല്ല പാട്ടുകളാണ് 90s പഴയ നല്ല മെലഡി സോങ്സൊക്കെ വെച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കണേണ് കേട്ടോ. അപ്പോൾ നമുക്ക് പണി ചെയ്യുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങോട്ട് തീരും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കും. ഇതിപ്പോൾ ഈ പാട്ട് കേട്ട് നമ്മൾ ആ കാലഘട്ടത്തിലേക്കൊക്കെ പോയി, അന്നത്തെ നമ്മളുടെ ചെറുപ്പ കാലഘട്ടത്തിലേക്ക് പോയി, നമ്മളുടെ പല പല സന്തോഷങ്ങളും മനസ്സിലേക്ക് വരും, മിസ്സിങ് മനസ്സിലേക്ക് വരും, പലതും മിസ് ചെയ്യും നമുക്ക്. അപ്പോൾ അതൊക്കെ സന്തോഷം സങ്കടവും ഇടകലർന്ന ആ ഒരു മനസ്സും വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂരിഭാഗം ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. പഴയ സോങ്സൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക്, നമ്മളുടെ ചെറുപ്പ കാലഘട്ടത്തിലേക്ക് പോകും. പക്ഷേ എനിക്കിപ്പോഴും ആ ഒരു ഓർമ്മകളൊക്കെ ഇപ്പോഴും പച്ച പിടിച്ച് നിൽക്കുന്ന ഓർമ്മകളാണ്. അത് ഒത്തിരി കാലങ്ങളായെന്നൊന്നും എനിക്കങ്ങനെ തോന്നാറില്ല. ഇപ്പോഴും എനിക്ക് ആ ഒരു ഏജ് തന്നെയാണെന്നുള്ള മനസ്സിൻ്റെ ഒരു തോന്നലാണ് ഞാനങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കുമ്പോൾ ശരിക്കും അയ്യോ ഞാൻ 72 ജനിച്ചതാണല്ലേ. 72 ഡിസംബറിലാണ്. ജനുവരിയിലാഴ്ചെങ്കിൽ 73 ഞാൻ കയറിപ്പോയാൽ ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ 72 എന്ന് പറയുമ്പോൾ ഒത്തിരി ദൂരെയാണ്. അപ്പോൾ ഒത്തിരി പ്രായമായല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കോട്ടെ. അങ്ങനെ പപ്പതേ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഫോൺ ഇതപ്പോൾ ഒരു മിസ് കോൾ കിടക്കുന്നത് കണ്ടു. കാരണം ഞാൻ പാട്ട് വെച്ചേക്കണോണ്ട് തന്നെ ഞാനും കേട്ടില്ല റിങ് ചെയ്തത്. അപ്പോൾ രാജുവാണ് വിളിച്ചതെന്ന് എന്നോട് പറയുന്നത്. രാജുവിനെ ഞാൻ തിരിച്ചു വിളിക്കുന്നത്. രാജു എന്ന് പറഞ്ഞത് ഇളയ പെങ്ങളുടെ ഭർത്താവാണ്. അപ്പോൾ ആ പുള്ളിക്കാരനെ പപ്പ വിളിക്കണേണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞ് അമ്മ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞ് എന്ന് പറയുന്നേന്. അപ്പോൾ പപ്പ പറഞ്ഞ് ഞാനിങ്ങനെ പള്ളിയിൽ പോണേ, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ പള്ളിയിൽ പോയി ഫുഡും കഴിച്ചേട്ടാ. ഫുഡ് ബീഫ് ബിരിയാണി ആയിരുന്നു. പപ്പയ്ക്ക് ഇഷ്ടമാണ് ബീഫ് ബിരിയാണി. അങ്ങനെ അത് കഴിച്ച് തിരിച്ച് വന്ന് എന്നിട്ട് എൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ രണ്ടാമത് ഷൂസൊക്കെ ഇട്ടിട്ട് വണ്ടിയപ്പോൾ പുറത്ത് തന്നെ വെച്ചിട്ട് കയറിയതാണ് പോകണേണ്. ആ സമയത്ത്
റയനും പോയിട്ടും വന്നു കേട്ടോ. അപ്പോൾ ഇനി അമ്മയുടെ അടുത്തേക്കാണ് പോണത്. ഇനി പോയിട്ടും വരുമ്പോഴത്തേക്ക് കുറേ വൈകിട്ടേ പപ്പ വരുള്ളൂ കേട്ടോ. വർത്തനമൊക്കെ പറഞ്ഞ് കുറേ അധികം നേരം ഇരുന്നിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഇതാണ് റയൻ്റെ കൂട്ടുകാരിയുടെ അമ്മ മരിച്ചത്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് നമ്മൾക്കൊരു താങ്ക്സ് കാർഡിന് പകരം ഈ ഒരു തിരിയാണ് കേട്ടോ തന്നിട്ടുണ്ടാകുന്നത്. മെറിന് നല്ല സുന്ദരിയാണ് കേട്ടോ. അത് കുറേ നേരം ഞാനങ്ങനെ നോക്കി നിന്ന്. കൊച്ചിന് ബീഫ് കൊടുക്കോടാ. ബീപ്പപ്പം കൊച്ചു മേടിച്ചു. കൊച്ചിനെ കക്ഷത്തിലാക്കി. അപ്പോൾ ഈ ആൻറ്റിയുടേതിന് ഈ ഒരു താങ്ക്സ് കാർഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ആൻറ്റിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പേരുടെയും ഓർമ്മകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പപ്പ വന്നിരുന്നിട്ടേ അധികം നേരം സംസാരിച്ചു. പപ്പ അങ്ങനെയാണ് എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ എല്ലാ വിശേഷവും പറഞ്ഞ് അങ്ങനെ നേരം ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നേരം കളയും. അങ്ങനെ കുറേ അധികം നേരം കഴിഞ്ഞ് ഈ കുക്കർ ഓഫായി അത് തണുത്ത്. എന്നിട്ടും എനിക്ക് അതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇടാൻ ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല. അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടതേ ഫ്ലെയിമൊക്കെ ഞാൻ ഓൺ ചെയ്തു കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് റൂബിക്ക് ഫുഡ് കൊടുക്കാമല്ല എന്നും വിചാരിച്ചിട്ട് റൂബിയുടെ ബീഫൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് കൊണ്ടുപോയി. അത്രയും നേരം അപ്പോൾ റൂബി സാവധാനമാണ് കഴിച്ചത്. അവളുടെ ഭക്ഷണം കഴിഞ്ഞിട്ട് പോലും നമ്മുടെ വിസിലടിക്കണില്ല, കുക്കറിൻ്റെ വിസിലടിക്കണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് ഇത്രയും നേരമായിട്ട് എന്താ വിസിലടിക്കാത്തതെന്ന് വിചാരിച്ച് അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് ഗ്യാസ് ഓഫായി കിടക്കുന്നുണ്ട്. അതായത് സിലിണ്ടർ കാലിയായി ഞാൻ അറിഞ്ഞില്ല. അപ്പം നിങ്ങൾ പലരും കമൻസിൽ ചോദിക്കുന്നുണ്ട് അവിടെ ഗ്യാസ് കിട്ടുന്നുണ്ടോ, കുക്കിംഗ് ഗ്യാസ് ഉണ്ടാ, ഇത് സപ്ലൈ ചെയ്യുന്നുണ്ടോയെന്നൊക്കെ. അപ്പോൾ നമുക്കൊരു കുഴപ്പം കൂടാതെ തന്നെ ഗ്യാസ് കിട്ടിയിട്ടായി. ഇപ്പം നമ്മൾക്ക് 4 സിലിണ്ടർ ഉണ്ട്. നമുക്ക് 2 വീട്ടിലെ 2 കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 4 സിലിണ്ടർ ഉണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിലങ്ങനെ ഗ്യാസ് അങ്ങനെ ഉണ്ടാകും എപ്പോഴും. എങ്കിലും ഒരു കുറ്റി കാലിയായിരുന്നത് നമ്മൾ ബുക്ക് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ ഗ്യാസ് ഇവിടെ കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതെ കഴിഞ്ഞ തവണ ഗ്യാസ് വെച്ചത് 12 ജനുവരിയാണ് കേട്ടോ. അപ്പോൾ ചോക്ക് വെച്ചിട്ട് എഴുതി വെച്ചേക്കണേനെ. ഇപ്പം നമ്മൾ മാറ്റുന്നത് മാർച്ച് 14 അപ്പോൾ 2 മാസം കഴിഞ്ഞ് 2 ദിവസം ഒന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആണ് ഇത്തവണത്തെ ഗ്യാസ് അത്രയും ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ 5 പേരുള്ള സമയത്താണെങ്കിൽ 1.5 മാസം ഗ്യാസ് ഉണ്ടാവും കേട്ടോ. ഒരു സിലിണ്ടർ 1.5 മാസത്തേക്ക് ഉണ്ടാവും. അങ്ങനെ രണ്ടാമത് ഗ്യാസൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞ് പാചകമൊക്കെ കഴിഞ്ഞ് ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ലഞ്ച്. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്